നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു പുതിയ സ്കോളർഷിപ്പ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. കൊടാക് കന്യ സ്കോളർഷിപ്പ് സ്കീം. ഇത് കൊടാക് മഹീന്ദ്ര ഗ്രൂപ്പിന്റെയും കൊടാക് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷന്റെയും ഒരു CSR ഇനീഷ്യേറ്റീവ് ആണ്. കൊടാക് കന്യ സ്കോളർഷിപ്പ് 2024-25. പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇത് ഗേൾസ് സ്റ്റുഡൻസിനുള്ളൊരു സ്കോളർഷിപ്പ് സ്കീമാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്കോളർഷിപ്പ് എമൗണ്ട് 1.5 lakh rupees ആണ്. അത് നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് ത്രൂ ഔട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതായത് നിങ്ങൾ 4-year കോഴ്സോ 5-year കോഴ്സോ ആണ് പഠിക്കുന്നതെങ്കിൽ ഈ അക്കാഡമിക്കിന്റെ ഓരോ വർഷവും നിങ്ങൾക്ക് 1.5 lakh rupees സ്കോളർഷിപ്പ് എമൗണ്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിന് ആരൊക്കെയാണ് എലിജിബിൾ എന്ന് നമുക്ക് നോക്കാം. ഇത് പേര് സൂചിപ്പിക്കുന്ന പോലെ ഇന്ത്യയിലുള്ള എല്ലാ പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു സ്കോളർഷിപ്പാണ്. രണ്ടാമത്തെ ക്രൈറ്റീരിയ പറയുന്നത് നിങ്ങൾ ക്ലാസ് 12 ബോർഡ് എക്സാമിൽ 75% ഓർ എബോവ് മാർക്ക് സെക്യൂർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് ഇനി CGPAയിലാണ് മാർക്ക് അവാർഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള പെർസെൻറ്റേജ് 75% ലഭിച്ചിരിക്കണം. അടുത്ത കണ്ടീഷൻ പറയുന്നത് ഫാമിലിയുടെ ആനുവൽ ഇൻകം 6 lakhs താഴെ ആയിരിക്കും. ഫസ്റ്റ് ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന് ഈ അക്കാഡമിക് ഇയർ അതായത് 2024-25 ജോയിൻ ചെയ്തിട്ടുള്ള ഒരു കുട്ടിയായിരിക്കണം. കുറച്ച് റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയുന്നുണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അത് കേരളത്തിലെ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെന്നുള്ളത് ഞാൻ വീഡിയോന്റെ അവസാനം പറയാം. ഇനി ഏതൊക്കെ കോഴ്സ് പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്ന് നമുക്ക് നോക്കാം. MBBS, BDS, 5-year integrated LLB, BSc Nursing, B.Pharm. അതുകൂടാതെ ISCR നിന്നോ അല്ലെങ്കിൽ IISCയിൽ നിന്നോ ഇന്റഗ്രേറ്റഡ് BSMSO അതല്ലെങ്കിൽ BS റിസർച്ചോ ചെയ്യുന്ന കുട്ടികൾക്കും ഇത് അപ്ലൈ ചെയ്യാം. ഇത് കൂടാതെ മറ്റ് പ്രൊഫഷണൽ കോഴ്സസുകളായ ഡിസൈൻ, പ്ലാനിംഗ് എന്നിവ പഠിക്കുന്ന കുട്ടികൾക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ 1.5 lakh rupees ആണ് ഇതിന്റെ സ്കോളർഷിപ്പ് എമൗണ്ട് എന്ന് പറഞ്ഞല്ലോ. ഈ സ്കോളർഷിപ്പ് എമൗണ്ട് നിങ്ങൾക്ക് അക്കാഡമിക് ആവശ്യങ്ങൾക്കായിട്ടാണ് ഉപയോഗിക്കാൻ സാധിക്കുക. അതായത് നിങ്ങളുടെ ട്യൂഷൻ ഫീ, ഹോസ്റ്റൽ ഫീ, ഇന്റർനെറ്റ് ഫെസിലിറ്റീസ്, ട്രാൻസ്പോർട്ടേഷൻ, ലാപ്ടോപ്സ്, ബുക്സ്, സ്റ്റേഷനറി ഇതെല്ലാം പർച്ചേസ് ചെയ്യാനായിട്ടും ഈ 1.5 lakh rupees നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത്. ഇനി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ആവശ്യമെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ക്ലാസ് 12 മാർക്ക് ഷീറ്റ് വേണം. ഇത് കൂടാതെ നിങ്ങളുടെ ഫാമിലിയുടെ ആനുവൽ ഇൻകം തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് വേണം. ഇനി നിങ്ങളുടെ പാരന്റ്സ് ആരെങ്കിലും ITR ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൂഫ് വേണം. ഇനി നിങ്ങൾ ഇപ്പോൾ ചേർന്നിരിക്കുന്ന കോഴ്സിന്റെ ഫീസ് സ്ട്രക്ചർ വേണം. ഇത് കൂടാതെ നിങ്ങൾ എൻട്രൻസ് എക്സാമിനേഷൻ വഴിയാണ് നിങ്ങൾ ഈ കോളേജിൽ ചേർന്നതെങ്കിൽ ആ എൻട്രൻസിന്റെ സ്കോർ കാർഡ് വേണം. അതുകൂടാതെ നിങ്ങൾ കോളേജിൽ ചേരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സീറ്റ് അലോക്കേഷൻ മെമ്മോയും ആവശ്യമാണ്. ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, പിന്നെ ഡിസേബിൾ കാൻഡിഡേറ്റ് ആണെങ്കിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യണം. ഇനി നിങ്ങളൊരു സിംഗിൾ പാരന്റിന്റെ ചൈൽഡ് ആണെങ്കിലോ അതല്ലെങ്കിൽ ഓർഫൻ ആണെങ്കിലോ ആ പാരന്റിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റും അറ്റാച്ച് ചെയ്യണം. ഇത് കൂടാതെ നിങ്ങളുടെ വീടിന്റെ ഫോട്ടോഗ്രാഫും ആവശ്യമാണ്. ഇത്രയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾ കയ്യിൽ കരുതിയാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത് ബഡ്ഡി ഫോർ സ്റ്റഡി എന്നുള്ളൊരു വെബ്സൈറ്റിലൂടെയാണ്. സൈറ്റിന്റെ അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഈ ബഡ്ഡി ഫോർ സ്റ്റഡിയിലേക്ക് നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു രജിസ്റ്റേർഡ് ID ഉണ്ടെങ്കിൽ നേരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ പോവാം. അതല്ല നിങ്ങൾക്ക് രജിസ്റ്റേർഡ് ID ഇല്ല എങ്കിൽ നിങ്ങൾ രജിസ്റ്റേർഡ് ID അവിടെ ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങളുടെ ഇമെയിൽ അക്കൗണ്ടോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പറോ ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങളെ കൊടാക് കന്യ സ്കോളർഷിപ്പ് 2024-25 എന്നുള്ള പേജിലേക്ക് നിങ്ങൾ ഡയറക്റ്റ് ചെയ്യും. നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കും. നിങ്ങളൊരു ഗേൾ സ്റ്റുഡന്റ് ആണോ, നിങ്ങൾക്ക് 75% മാർക്ക് എപ്പോൾ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെല്ലാം ഒരു എലിജിബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ടൊരു ബോക്സ് വരും. അത് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് ആപ്ലിക്കേഷൻ ഫോമിന്റെ പേജിലേക്ക് നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുന്നതായിരിക്കും. അവിടെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യും. അതോടൊപ്പം നിങ്ങളുടെ റിക്വയർഡ് ഡാറ്റാസും ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യും. ഇത്രയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയർ. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു സംശയമാണ്, നിങ്ങൾ എങ്ങനെയാണ് ഇത് സെലക്ട് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് നിങ്ങളുടെ അക്കാഡമിക് മെറിറ്റും കൂടാതെ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസും നോക്കിയിട്ടായിരിക്കും. ഇത് 2 റൗണ്ട് ഉണ്ട്. ആദ്യം നിങ്ങളെ ഈ അക്കാഡമിക് ക്രൈറ്റീരിയയും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ട് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞവരെ 2 റൗണ്ട് ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂ കൂടി പാസ്സായതിനു ശേഷമാണ് നിങ്ങളെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് അവർ തരുന്നതായിരിക്കും. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് November 30th ആണ്. അപ്പം അതിന് മുന്നേ എല്ലാവരും അപ്ലൈ ചെയ്യാൻ നോക്കുക. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു
കേരളത്തിലെ ഏതൊക്കെ കോളേജുകളാണ് ഇവർ അംഗീകരിച്ചിട്ടുള്ളതെന്ന് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കേരളത്തിലെ 7 ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഇവർ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ NIT കാലിക്കറ്റ്, രണ്ടാമത്തേത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി ട്രിവാൻഡ്രം, മൂന്നാമത്തേത് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി ട്രിവാൻഡ്രം, നാലാമത്തേത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം, അഞ്ചാമത്തേത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, ആറാമത്തേത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി കണ്ണൂർ, ഏഴാമത്തേത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് ലീഗൽ സ്റ്റഡീസ് ന്യൂആൽസ് കൊച്ചി. ഈ 7 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ കുട്ടികൾ ഇനി കേരളത്തിലല്ലാതെ പുറത്ത് പഠിക്കുന്നുണ്ടെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളും റെക്കഗ്നൈസ് ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് ഓൾ ഇന്ത്യ ബേസിസിൽ കിട്ടുന്ന ഒരു സ്കോളർഷിപ്പ് ആയതുകൊണ്ട്. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. കുറച്ച് സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തു നിൽക്കാതെ എത്രയും പെട്ടെന്ന് എല്ലാവരും അപ്ലൈ ചെയ്യുക. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. വീണ്ടും കുറച്ച് എഡ്യൂക്കേഷൻ ടിപ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. Until then, bye from Team Amazing Academics.